അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലൂ. വഅസാൻ തക്റഹു ശൈഅൻ, ചില കാര്യത്തെ നിങ്ങൾ വെറുക്കും, അത് പ്രയാസകരമായി നിങ്ങൾ മനസ്സിലാക്കും, എന്നാൽ വഹുവ ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഖൈറായിരിക്കും. വഅസാൻ തുഹിബ്ബു ശൈഅൻ, ചില കാര്യങ്ങൾ നടന്നു കിട്ടാൻ നിങ്ങൾ കൊതിക്കും, അത് വലിയ നേട്ടമാണെന്ന് നിങ്ങൾ വിചാരിക്കും. വഹുവ ശർറുൽ ലക്കും, അതാകട്ടെ നിങ്ങൾക്ക് ശർറുമായിരിക്കും. എന്താണ് ഈ ആയത്തിന്റെ അവസാനം? എന്താ ആയത്തിന്റെ അവസാനം? ചെവി മുഴുവൻ ഇങ്ങോട്ട് തരിക, കൽബോട് കൂടി ഇങ്ങോട്ട് തരിക. ഒന്നുകൂടി പറയാം. വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയാസമാണെന്നും വെറുക്കപ്പെട്ടതാണെന്നും നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്നും നിങ്ങൾ അത് കാണുമ്പോൾ അനുഭവിക്കുമ്പോൾ വിചാരിക്കും, എന്നാൽ വഹുവ ഖൈറുൽ ലക്കും, അത് ഫലത്തിൽ നിങ്ങൾക്ക് ഖൈറാകാനുള്ള കാര്യമായിരിക്കും. വഅസാൻ തുഹിബ്ബു ശൈഅൻ, ചില കാര്യങ്ങൾ നടന്നു കിട്ടാൻ നിങ്ങൾ കൊതിക്കും, എന്നാൽ വഹുവ ശർറുൽ ലക്കും, നിങ്ങൾ അങ്ങനെ കൊതിക്കേണ്ട. എന്തുകൊണ്ട്? അത് ഫലത്തിൽ നിങ്ങൾക്ക് ഷർറായിരിക്കും. എന്താ ഈ ആയത്തിന്റെ അവസാനം? ഈ ആയത്ത് നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? നിങ്ങൾ ഇല്ലേന്ന് വെച്ചാൽ ഇല്ലേന്ന് തന്നെ ചോദിക്കണത്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? എന്നാൽ കേട്ടോ, എന്താ ഈ ആയത്തിന്റെ അവസാനം? ഈ ആയത്തിന്റെ അവസാനം വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. എന്താ പറയാനുള്ളത്? ഈ ആയത്തിന്റെ അവസാനം വല്ലാഹു യഅലമു, അല്ലാഹുവേ അറിയുകയുള്ളൂ, വഅൻതും ലാ തഅലമൂൻ, നിങ്ങളൊന്നും അറിയുന്നവരല്ല. അപ്പോൾ നിങ്ങൾ നല്ലതാണെന്ന് വിചാരിക്കുന്നത് നല്ലതാവില്ല, നിങ്ങൾ മോശമാണെന്ന് വിചാരിക്കുന്നതോ നല്ലതായിരിക്കുകയും ചെയ്യും. ഒന്നുകൂടെ ഓതാ. വഅസാ വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. ചില കാര്യങ്ങൾ പ്രയാസമാണെന്ന് നിങ്ങൾക്ക് തോന്നും, എന്നാൽ അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭത്തായിരിക്കും. ഒരു സൂപ്പർ മാർക്കറ്റ്, ആ സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ആയാൽ പിന്നെ എനിക്കും കുട്ടികൾക്കും അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്ന് നമ്മൾ വിചാരിച്ച് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കും. അതിനുവേണ്ടി പണം ചെലവാക്കും, അതിനുവേണ്ടി വലിയ അധ്വാനിക്കും, അതിനുവേണ്ടി നമ്മൾ നിസ്കാരം കളയാക്കും. അതിനുവേണ്ടി നമ്മൾ അധ്വാനിച്ചിട്ട് രാത്രി 2 മണിക്ക് പോയി കിടന്നുറങ്ങിയാൽ പതിവുള്ള തഹജ്ജുദ്കാരനായ നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയാതെ. എന്നാലോ ആ സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനത്തിന് അന്ന് തുടങ്ങിയ തലവേദന മരണം വരെ പോകും. ഒരു ഉറുപ്പിക നിങ്ങൾക്ക് അതിന് വരുമാനം ഉണ്ടാവില്ല. എന്നല്ല, നിങ്ങളുടെ സമ്പത്ത് മുഴുവനും ചിലപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വിൽക്കേണ്ടി വരും. അത് നടന്നു കിട്ടാൻ നിങ്ങൾ കൊതിച്ചു. നിങ്ങൾ ഖിയാർ അള്ളാഹുവിന് അല്ല കൊടുത്തത്. നിങ്ങൾ എന്താ ചെയ്ത്? അള്ളാഹുവേ, എനിക്ക് ഖൈറാണെങ്കിൽ ആ സൂപ്പർ മാർക്കറ്റ് നടത്തി തരണമേ എന്ന് നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങൾ വാശി പിടിച്ചു പറഞ്ഞു, പടച്ചോനെ എനിക്ക് ആ സൂപ്പർ മാർക്കറ്റ്, നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അത് കിട്ടിയേ തീരൂ, നടന്നേ തീരൂ. നിങ്ങൾ അള്ളാഹുവിന് ഖൈറിനെ വിട്ടുകൊടുത്തില്ല. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് രാവും പകലും നിസ്കരിച്ചും പ്രധാനപ്പെട്ട സമയങ്ങളെ ഉപയോഗപ്പെടുത്തിയും നിങ്ങൾ അള്ളാഹുവിലേക്ക് പടച്ചോനെ അത് നടന്നേ വേണം. അന്നത്തോടുകൂടെ സമാധാനം അവസാനിച്ചു. എന്താ പ്രശ്നം? വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. വല്ലാഹു യഅലമു, അല്ലാഹു അറിവുള്ളവൻ, അവനാണ് അറിയുക. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയുകയില്ല. അപ്പോൾ ഇവിടെ വിഷയം എന്താ? വിഷയം നമ്മൾക്ക് ഒരു താല്പര്യവുമില്ലാതെ അള്ളാഹുവിൻ്റെ താല്പര്യം നടന്നു കാണാൻ ആഗ്രഹിക്കും. അള്ളാഹുവോ ഇന്നല്ലാഹ ലാ യഖ്ളി ലിൽ അബ്ദി ഖളാഅൻ ഇല്ലാ കാന ഖൈറൻ ലഹു എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തആല ഒരു അടിമക്ക് ഖൈറല്ലാതെ അല്ലാഹു ഒരു അടിമക്ക് വിധിക്കുകയില്ല. ഇനി ഈ സൂപ്പർ മാർക്കറ്റോ ഇതും ഖൈറാക്കാൻ കഴിയും? ഇതിലൊരു ഖൈറുണ്ടാവും. മനസ്സിലായോ പറഞ്ഞത്? ഖൈറ് കണ്ടെത്തണം, ഖൈറേ കണ്ടെത്താനുള്ളൂ. വളരെ ചിന്തിക്ക്. ഇന്നല്ലാഹ ലാ യഖ്ളി ലിൽ അബ്ദി ഖളാൻ ഇല്ലാ കാന ഖൈറൻ ലഹു. ഇന്നല്ലാഹ, അല്ലാഹു, തീർച്ചയായും അല്ലാഹു തആല ലാ യഖ്ളി ലിൽ അബ്ദി ഖളാൻ, അടിമക്ക് ഒരു വിധിയും വിധിക്കുകയില്ല. ഇല്ലാ കാന ഖൈറൻ ലഹു, ആ വിധി അവന് ഖൈറായിട്ടല്ലാതെ.
അള്ളാഹു വിധിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. അതിൽ എന്തിലും ഖൈറുണ്ടാവും, അത് ഉപയോഗപ്പെടുത്താൻ കഴിയണം. എന്തിനും ഖൈറുണ്ടാവും, എന്തിനും ഖൈറുണ്ടാവും, എന്തിനുണ്ടാവും, എന്തിനും. ഇതിനൊരു വിശാലമായ അർത്ഥമുണ്ട്. അത് പറഞ്ഞാൽ നിങ്ങൾക്കത് പ്രയാസമാകും എന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഒറ്റയ്ക്ക് ചോദിക്കുന്നവരോട് പറയാം. എല്ലാം എല്ലാ സമയത്താണ് തുറന്നു കൊടുക്കുന്നത്, ഖൈറില്ലാത്തത് കൊണ്ട് പറയാത്തതാണ്. പക്ഷേ ഈ ഹദീസ് നിങ്ങൾ മറക്കരുത്. എന്ത് വളരെ ചിന്തിക്കുന്ന ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ പല പ്രയാസമുള്ള ആളുകളെയും എനിക്കറിയാം. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ പ്രത്യേകിച്ച് അള്ളാഹു എന്ന ഈ ക്ലാസ്സിന് ഇവിടെ രാവിലെ വരുന്ന ആളുകൾ ഒരു നേർച്ച പോലെ വരുന്നതാണ് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. പക്ഷേ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഒറ്റ പേടി പേടിക്കണ്ട, എല്ലാം ഖൈറായിട്ട്. പക്ഷേ നമ്മൾ നമ്മുടെ മനസ്സിന് നേരെ നിർത്തണം. ഈ ഹദീസ് ജീവിതത്തിൽ മറക്കരുത്. ഇന്നല്ലാഹ ലാ യഖ്ലീ ലിൽ അബ്ദി ഖളാഅൻ. ഒരടിമക്ക് അല്ലാഹു ഒരു വിധിയും വിധിക്കുകയില്ല ഇല്ലാ കാന ഖൈറൻ ലഹു. അവന് ഖൈറായിട്ടല്ലാത്ത ഒരു വിധിയും ഈ ദുനിയാവിൽ ഉണ്ടാവുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായോ നിങ്ങൾക്ക്? അവൻ റഹ്മാനാണ്. എന്താ ഇതിനർത്ഥം? അവൻ വഴിപ്പെട്ടാലും വഴിപ്പെട്ടില്ലെങ്കിലും ഖൈറിനെ തരുന്നവനാണ്. മനസ്സിലായോ? ഈ ലോകത്തൊരു സ്വഭാവമുണ്ട്, അള്ളാഹു ഖൈറെ വിധിക്കൂ, അവിടെയാണ് മറ്റത്. അത് ഇനി പരിധിക്കപ്പുറത്തേക്ക് എനിക്ക് അറിയില്ല. ഇനി അവിടുത്തെ വിധി എന്താവും അതും എനിക്കറിയില്ല. ഞാൻ അതിലൊക്കെ ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയാണ്, പഠിച്ചതൊക്കെ അബദ്ധമായി പോയോന്നും ചില കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഏതായാലും ഇവിടുത്തെ കാര്യം ഉറപ്പ്. ഒരടിമക്കും ഒരാൾക്കും ഒന്നും അള്ളാഹു വിധിക്കുകയില്ല ഇല്ലാ കാന ഖൈറൻ ലഹു, അവന് ഖൈറായിട്ടല്ലാതെ. അവനായി എടുത്തു ചാടരുത്. ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം. രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു സയ്യിദ്ന യൂസുഫ് അലൈഹിസ്സലാം. അങ്ങനെ ഫലമ്മ കല്ലമഹു ഖാല ഇന്നകൽ യൗമ ലദൈനാ മക്കീനുൻ അമീൻ. വല്ലാത്ത ആഴമുള്ള വാക്കുകളാണ് യൂസുഫിൽ നിന്ന് കേട്ടത് അലൈഹിസ്സലാം. ആര്? രാജാവ്. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇന്നു മുതൽ നിങ്ങൾ എൻ്റെ അടുത്ത ആളാണ്, എൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനാണ്, എൻ്റെ ഏറ്റവും വലിയ തൊട്ടടുത്ത ആളാണ്. നിങ്ങൾക്ക് ഇവിടെ യഥേഷ്ടം എന്തും ചെയ്യാൻ എൻ്റെ കൊട്ടാരത്തിൽ അധികാരമുണ്ട്. എന്നിൽ എപ്പോഴും നിങ്ങൾക്ക് എന്തും പ്രവർത്തിക്കാൻ അധികാരമുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ആര്? രാജാവ്. ആരോട്? സയ്യിദ്ന യൂസുഫിനോട്. ഫഖാല, അപ്പോൾ യൂസുഫ് പറഞ്ഞു അലൈഹിസ്സലാം, ഖാല ജഅൽനി അലാ ഖസാഇനിൽ അർദി, എന്നാൽ ധനത്തിൻ്റെ കൈകാര്യം എന്നെ ഏൽപ്പിക്കണം. ഖാല ജഅൽനി അലാ ഖസാഇനിൽ അർദി ഇന്നി ഹഫീറുൻ അലീം. അതുപോലെ ചിന്തിക്കുക, തല ഉയർത്തിപ്പിടിച്ച് എന്നെ തന്നെ നോക്കിയിരിക്കണം. വലിയ അത്ഭുതം ഞാൻ ഇവിടെ കാണിച്ചത്. സഹായം. فلما كلمه قال إنك اليوم لدينا مكين أمين قال اجعلني على خزائن الأرض إني حفيظ عليم. ജയിലിൽ നിന്ന് കൊണ്ടുവന്നു സയ്യിദ്ന യൂസുഫിനെ അലൈഹിസ്സലാം. അങ്ങനെ ഈ മഹാന്റെ മഹത്വം നേരത്തെ അറിഞ്ഞപ്പോൾ രാജാവിന് തിടുക്കമായി സ്വകാര്യമായി ഇദ്ദേഹത്തോട് സംസാരിച്ച് പലതും മനസ്സിലാക്കാൻ. അങ്ങനെ സ്വകാര്യമായി തൻ്റെ സംസാരത്തിന് വേണ്ടി രാജാവ് യൂസുഫിനെ ഉപയോഗപ്പെടുത്തി അലൈഹിസ്സലാം. രാജാവ് ഈ മഹാന്റെ സംസാരത്തിൽ അത്ഭുതപ്പെട്ടുപോയി. സംസാരം കേട്ടപ്പോൾ രാജാവ് പറഞ്ഞു, ഇന്നു മുതൽ നിങ്ങൾക്കൊന്നുമില്ല, എന്നെപ്പോലെ നിങ്ങൾക്ക് ഇവിടെ അധികാരമുണ്ടായിരിക്കും. അപ്പോൾ യൂസുഫ് പറഞ്ഞു അലൈഹിസ്സലാം, എങ്കിൽ ഇജഅൽനി അലാ ഖസാഇനിൽ അർദി, കൈകാര്യം മിസ്റിന്റെ സാമ്പത്തിക കൈകാര്യങ്ങളെല്ലാം എന്നെ ഏൽപ്പിക്കണം. ഇനി ഹഫീലുൻ, സമ്പത്തിനെ സൂക്ഷിക്കാൻ ഞാൻ യോഗ്യനാണ്. അലീമുൻ, അത് കൈകാര്യം ചെയ്യേണ്ട വിഷയത്തിൽ ഞാൻ ജ്ഞാനിയുമാണ്. ഈ ആയത്തിൽ മഹാനായ മുജദ്ദിദുൽ ഉമ്മ അല്ലാമ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ പറഞ്ഞിട്ടുണ്ട്. ഫഖാല, അപ്പോൾ രാജാവ് പറഞ്ഞു, സഅൻദുർ, ഞാൻ ചിന്തിക്കട്ടെ. ഫനളറ സനതൻ കാമില, അയാൾ ഒരു വർഷം ചിന്തിച്ചു. ഒരു വർഷം കഴിഞ്ഞാണ് വക്കല ഖസീനത്തൽ മാലി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് സാമ്പത്തിക കൈകാര്യം ഏൽപ്പിച്ചു കൊടുത്തത് ബഅദ സനത്തിൻ കാമില, ഒരു പൂർണ്ണമായ വർഷം കഴിഞ്ഞിട്ട്. എന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ നാളെ പ്രശ്നം ഉണ്ടാവും. യൂസുഫ് നബിയുടെ മേൽ പരാതി ഉണ്ടാക്കിയ ഇങ്ങനെ ഹാഹോ എന്നൊക്കെ പറയും.
ഇത് അല്ലാമ റാസി തങ്ങൾ പറയുന്നുണ്ട് തഫ്സീറുൽ കബീർ, നിങ്ങൾ എടുത്തു നോക്കിയാൽ. ഇത് ഇവിടെ അല്ലാത്ത വേറെയും ചില സ്ഥലങ്ങളിൽ ഇത് തത്തുല്യമായ വ്യാഖ്യാനങ്ങളും ഉണ്ട്. സുന്നികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാനായ അല്ലാമ റാസി റളിയല്ലാഹു അൻഹു വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ സമർത്ഥമായ വ്യാഖ്യാനമാണ്. അതിന് തഫ്സീറുൽ കബീർ എന്നാണ് സുന്നികൾ പറയുക. ലോകത്തെ ഉലമാ എല്ലാം തഫ്സീറുൽ കബീർ എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങളുടെ തഫ്സീർ എന്ന് മാത്രമല്ല, അവർ 6-ാം നൂറ്റാണ്ട് ഹിജ്റ 6-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദായിരുന്നു ബഹുമാനപ്പെട്ട അല്ലാമ റാസി റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ വ്യാഖ്യാനമാണല്ലോ ഇത്. അവർ പറയാണ്, ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ ശ്രദ്ധിക്കണേ, അതായത് സംഭാഷണത്തിൽ എന്ത് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അധികാരം വിട്ടുതരാമെന്ന് പറഞ്ഞു. അത്രയും വലിയ എല്ലാവിധ സ്വാതന്ത്ര്യവും എൻ്റെ അടുക്കൽ ഇനി നിങ്ങൾക്കുണ്ടാവും എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ സയ്യിദ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞു, എന്നാൽ സമ്പത്തിന്റെ കൈകാര്യം എന്നെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, അള്ളൂ എന്നാ ഞാൻ ചിന്തിച്ചോട്ടെ. പിന്നെ അയാൾ ചിന്തിച്ചത് സനത്തൻ കമില ഒരു വർഷം കഴിഞ്ഞപ്പോഴോ ഏൽപ്പിച്ചു കൊടുത്തു. ഈ ആയത്തിൽ ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ പറയുന്നുണ്ട്, സയ്യിദ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ തൻ്റെ ഒരു അഭീഷ്ടം മുന്നിൽ വെച്ചത് കൊണ്ടാണ് ഈ ഒരു അധികാരം ഏൽപ്പിക്കലിനെ അള്ളാഹു താമസിപ്പിച്ചത്. അതേ സമയത്ത് ആ വാക്ക് ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ ആ സദസ്സ് കഴിയുമ്പോൾ തന്നെ ഇയാൾ നമ്മൾ കൊടുക്കുമായിരുന്നു, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. അടിമക്ക് ഒരു താല്പര്യം ഉണ്ടാകരുത്, ആരുടെ താല്പര്യമല്ലാതെ, ഉടമയുടെ താല്പര്യമല്ല, ഒന്നും ഉണ്ടാകരുത്. ഞാനാകണം യോഗ്യൻ, ഞാനാകണം സെക്രട്ടറി, ഞാനാകണം പ്രസിഡന്റ്, ഞാനാകണം മെമ്പർ, ഞാനാകണം നേതാവ് എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇഷ്ടത്തിന് വിടും. അതിൽ അല്ലാഹുവിന്റെ നുസ്രത്ത് നമ്മൾ പ്രതീക്ഷിക്കണ്ട. എന്നാലോ നമ്മൾ ആകേണ്ടതെല്ലാം നമ്മളോ അള്ളാഹുവിന് കൊടുത്താൽ സൂറത്ത് മുഅ്മിനിന്റെ 44-ാമത്തെ വചനമാണിത്. എൻ്റെ കൂടെ ആയത്ത് നോടി നോക്ക്. ഈ ആയത്ത് മറക്കരുത്. ഏതാ സൂറത്ത് മുഅ്മിൻ, സൂറത്ത് ഗാഫിർ എന്നൊക്കെ പറയാം. മുഅ്മിൻ എന്ന ഈ അധ്യായത്തിന് ചില കിതാബുകളിൽ, ചില മുസഹഫുകളിൽ ഗാഫിർ എന്നുണ്ട്, ചില മുസഹഫുകളിൽ മുഅ്മിൻ എന്നുണ്ട്. പേടിക്കണ്ട, രണ്ട് പേരും ഒരു സൂറത്തിനാണ്. മനസ്സിലായില്ല? ഈ സൂറത്തിന് ഗാഫിർ എന്നും പറയും, മുഅ്മിൻ എന്നും പറയും. പിന്നെ 44-ാമത്തെ വചനമാണ് ഈ ഊതിയത്. ഞാൻ എൻ്റെ കാര്യം അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു. ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. അടിമകളെ എന്ത് ചെയ്യണം എന്ന് അതതിൻ്റെ സന്ദർഭങ്ങളിൽ ചെയ്യേണ്ട കാര്യം ഏറ്റവും അറിയുന്നവൻ അള്ളാഹുവാണ്. അവൻ കണ്ടുകൊണ്ടേയിരിക്കുക, പേടിക്കണ്ട, വിട്ടള. വളരെ ചിന്തിക്കണം. ഇസ്തിഖാറത്തിന്റെ അമല് ചെയ്യാതെ ഏത് കച്ചവടം തുടങ്ങിയാലും നഷ്ടപ്പെടും. ഇസ്തിഖാറത്തിന് നിസ്കരിക്കാതെ ഏത് ജനറൽ ബോഡിയിലേക്ക് പോയിട്ട് നമ്മൾ സ്ഥാനത്തെത്തിയാലും നമ്മൾ നഷ്ടപ്പെടും. നമുക്കറിയാം ഏകദേശം ആ ജനറൽ ബോഡിയിൽ എന്നെ സെക്രട്ടറി ആക്കും, എന്നെ പ്രസിഡന്റ് ആക്കും, എപ്പോഴാക്കും എനിക്കറിയാം. നമുക്ക് ധാരണ ഉണ്ട്. പക്ഷേ അത് മതിയാവും. ദുനിയാവും ആഖിറം തടയാൻ അത് മതിയാവും. ആരെങ്കിലും ദേഷ്യപ്പെടുന്നത് എനിക്ക് വിഷയമല്ല. ഞാൻ പടച്ചതം പോരാൻ്റെ നമുക്ക് രക്ഷപ്പെടുക എന്നുള്ള നിലക്കാണ് ഇത് പറയുന്നത്. ഇത് രക്ഷയാണെന്ന് ഇപ്പോൾ തോന്നാത്തവർക്ക് അത് അവരുടെ ശിക്ഷയാണ്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം. ഇസ്തിഖാറത്തിന് നിസ്കരിക്കാതെ കാലിൽ വെച്ചോ, അതൊക്കെ നഷ്ടം. എവിടെ വെച്ചാലും നഷ്ടം. എന്തു നഷ്ടം? കച്ചവടം തുടങ്ങണമെങ്കിൽ, പെണ്ണിനെ പോയി കാണണമെങ്കിൽ, കല്യാണം നടത്തണമെങ്കിൽ, നിക്കാഹ് നടക്കണമെങ്കിൽ, ഇടപാടുകൾ നടത്തണമെങ്കിൽ, എന്ത് കാര്യത്തിനും ഇസ്തിഖാറ ചെയ്യണം. എന്താ ഇസ്തിഖാറ? ഖൈർ ആർക്ക് വിട്ടുകൊടുത്തു? ഖൈർ തീരുമാനിക്കാനുള്ള അധികാരം അല്ലാഹു വിട്ടുകൊടുത്തു. എന്തും സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് കുടുങ്ങിയവരുണ്ട് നമ്മളെ മുന്നിൽ. നേതാവായി കുടുങ്ങിയ ആളുകൾ നമ്മളെ മുന്നിലുണ്ട്. MLA ആയ അന്ന് മുതൽ തലവേദന തുടങ്ങി ഇന്നും തീരാത്ത ആളുകളുണ്ട്. മന്ത്രിയായതിനു ശേഷം തലവേദനയായി, പിന്നെ മാനസിക രോഗമായി, ഇന്നും മാനസിക രോഗം മാറാത്ത എക്സ് മന്ത്രികൾ മലബാറിലുണ്ട്. ഒക്കെ അറിഞ്ഞിട്ടാ ഞാൻ ഈ പറയുന്നത്. വെറുതെ അവനോട്
ഇതാണ്, അല്ലാതെ നെറ്റിമ്മൽ അടയാളം ഉണ്ടാക്കലല്ല കുട്ടി ഇസ്ലാം എന്ന് പറഞ്ഞു. നെറ്റിമ ആർക്കാടോ ചൂട്ടുണ്ടാക്കാൻ കഴിയാത്തത്? നെറ്റിമ ചൂട്ടുണ്ടാക്കലൊരു മഹത്വമാണോ ചങ്ങായിമാർ? മുസ്ലിം സമുദായത്തിന്റെ കൂട്ടത്തിൽ കുറഞ്ഞ അമൽ ചെയ്തവർ സ്വഹാബികളാ, കൂടുതൽ അമൽ ചെയ്ത് നമ്മളുവാ. എന്നിട്ട് നല്ലവരാരാ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ആവോ? എന്തോ ഞാൻ പറഞ്ഞു പോയോ? എന്തോ പറഞ്ഞു പോയോ? എന്തോ ഞാനൊന്ന് പറഞ്ഞു പോയോ? എന്തോ ഒന്ന് പറഞ്ഞു പോയോ? എന്തോ കാനു അഖല്ലന്നാസി അമലൻ വഅശദ്ദന്നാസി ഈമാനൻ വഅഅമഖന്നാസി ഇൽമാ. കാനു സ്വഹാബികൾ അഖല്ലന്നാസി അമലൻ, അമലിന്റെ കൂട്ടത്തിൽ കുറഞ്ഞ അമൽ ചെയ്തവരാ. അഞ്ചോ നിസ്കരിക്കും, അതിന്റെ സുന്നത്ത് നിസ്കരിക്കും. മനസ്സിലായോ? തഹജ്ജുദ് നിസ്കരിക്കണോ? നിസ്കരിക്കും. ചിലപ്പോൾ അസൗകര്യമുള്ളവർ നിസ്കരിക്കൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഒന്നുമില്ല, നിസ്കരിക്കും. റമളാൻ നോമ്പ് വെക്കും. സുന്നത്ത് നോമ്പൊന്നും അങ്ങനെ നോക്കുന്നവരുണ്ട്, നോക്കാത്തവരുണ്ട്. പിന്നെ അവരെന്റെ ഹബീബാ നബി കൽപ്പിച്ചെടുത്ത് പോകും. മനസ്സിലായോ? നിങ്ങൾ ചിന്തിക്കണം. രാവും പകലും വാള് ആ കാലഘട്ടത്തിലില്ല. 4-5 മണിക്കൂർ നീളുന്ന പ്രഭാഷണങ്ങൾ ഇല്ല. പ്രഭാഷണങ്ങൾ ആവർത്തിച്ച് കേൾക്കാവുന്ന സോഷ്യൽ മീഡിയകൾ ഇല്ല. അങ്ങനത്തെ സൗകര്യങ്ങൾ ഒന്നും ഇല്ല. പിന്നെ അവർക്കൊരാൾ വാള് പറഞ്ഞു കൊടുക്കും. അത് തുടങ്ങുന്നതിന് മുമ്പ് നിർത്തും. മുഹമ്മദ് മുസ്തഫ 2 വാക്ക് 4 വാക്ക് കഴിഞ്ഞു, വാള് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഒച്ചനക്കണമെങ്കിൽ, ഒന്ന് ഒച്ച ലെവലാക്കണമെങ്കിൽ ഒരു 10 മിനിറ്റ് വാള് പറയും. പിന്നെ 5 മണിക്കൂർ വാള് പറയും. ആരെ നന്നായി? മൈക്കക്കാരെ. അവർക്ക് നല്ല വരുമാനം കിട്ടും. ചിലപ്പോൾ പറയുന്ന മൂല്യരും നന്നാവും. എങ്ങനെ? ആത്മീയമായി എന്നാകല്ല, മൂപ്പർക്ക് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ. വളരെ ചിന്തിക്ക്, വളരെ ചിന്തിക്ക്. അവർക്ക് വളരെ കുറഞ്ഞ വാള് കിട്ടി. മിക്കവാറും മിണ്ടാതിരിക്കുന്ന ആളാണ് അവരുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ. കുറഞ്ഞ അമലിയവര്, കുറഞ്ഞ അമലേ ഉള്ളൂ. ഫർളോടനുബന്ധിച്ച സുന്നത്തുണ്ടെങ്കിൽ അതന്നെ. എന്നാൽ ഏറ്റവും അതിശക്തമായ ഈമാനാണ് അവരുടെ ഈമാൻ. ലോകത്തെ ഏറ്റവും ആഴമുള്ള ഇൽമ് അസ്ഹാബ് റസൂലുള്ളാഹി. നമ്മളോ രാവും പകലും അമലിയും പ്രത്യക്ഷ അടയാളങ്ങളൊക്കെ നമുക്കുണ്ടോ? തഫ്വീൽ ഉണ്ടാവില്ല. അവർക്ക് തഫ്വീലാ. അവരെല്ലാം അല്ലാഹുവിന് വിടും. എല്ലാം ഈ ആയത്തിന് മഹാനായ ഇസ്മായിൽ ഹഖിൽ ബറൂസവി തങ്ങൾ ബയാനിൽ കൊടുക്കുന്ന വ്യാഖ്യാനം ഒന്ന് നോക്കൂ. ഇങ്ങോട്ട് നോക്ക്. എന്റെ കൂടെ അല്ലേ? ഈ ആയത്തിന് വ്യാഖ്യാനം കേൾക്കണം കേട്ടോ, ഇത് വിട്ടു പോകരുത്. ഏതാ സൂറത്ത്? മുഅ്മിൻ അല്ലെങ്കിൽ ഗാഫിർ എന്ന് പറയും. ഏതാ? എത്രാമത്തെ ആയത്ത്? 44. അതിന്റെ പകുതി മുതലാണ് ഈ ആയത്ത് തുടങ്ങുന്നത്. നമ്മൾ എന്ത് ചെയ്യണമെന്നാൽ നമ്മൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് മുന്നിൽ നമ്മളെ വിട്ടുകൊടുക്കണം. കർമ്മം ചെയ്യേണ്ടെന്നല്ല, കർമ്മവും കർമ്മഫലവും അവൻ തീരുമാനിക്കും. നമ്മൾ കാര്യം അള്ളാഹ് വിട്ടുകൊടുത്തു. രോഗം വന്നാൽ ചികിത്സിക്കൽ അവൻ്റെ നിയമ. എന്നാൽ രോഗം മാറലും മാറാതിരിക്കും അവൻ തീരുമാനിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം രോഗം മാറിയാലും വേണ്ടില്ല, മാറിയില്ലെങ്കിലും വേണ്ടില്ല. മാറലിന് നമ്മൾ ആഗ്രഹിച്ചു. എന്തുകൊണ്ട്? കൂടുതൽ അമലും ഇബാദത്തും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് ഇവിടെ കഴിഞ്ഞുകൂടാൻ വേണ്ടി. അതേസമയത്ത് മാറിയില്ലെങ്കിലും നമുക്ക് പ്രയാസമൊന്നുമില്ല. എന്തുകൊണ്ട്? അവൻ നമുക്ക് ഖൈറ് ചെയ്യും. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? പറയും. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? മനസ്സിലായോ പറഞ്ഞത്? രോഗം മാറിയാൽ എന്ത്? അറിയാനെന്ത്? മാറിയില്ലെങ്കിൽ എന്ത്? കൊറോണ പിടിച്ചു, മരിച്ചു, എന്നാലെന്താ? എന്നാൽ എന്താണ്? കൊറോണ പിടിച്ച് മരിച്ചുപോയി, എന്നാലെന്താ? മരിച്ചു. കൊറോണ പിടിച്ചു, മരിച്ചില്ല. എന്നിട്ട് പിന്നെ ഇവിടെ കുറെ കാലം ദോഷം ചെയ്ത് ജീവിച്ച്. കൊറോണ പിടിച്ചു, അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് പോയി. എന്താ പ്രശ്നം? ഒരു കാലമുസീബത്ത്, ആ കാലഘട്ടത്തിന്റെ ഷഹാദത്തിന്റെ ഫലം ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു മുസീബത്തിൽ മരിച്ചാൽ മുഅ്മിന് ഷഹീദിന്റെ കൂലി കിട്ടും. എല്ലാവർക്കും അല്ല, നിങ്ങളിന്റെ കൂടെ ഇല്ല. ഒരു കാല മുസീബത്തിൽ മരിച്ചാൽ എല്ലാവർക്കും ഷഹീദിന്റെ കൂലി കിട്ടില്ല.
എല്ലാ മുസ്ലിമിനും ഷഹീദിനെ കൊല്ലിട്ടില്ല. അള്ളാഹുവിലേക്ക് തഫ്വീൽ ചെയ്തവന് ഷഹീദിനെ കൊല്ലിട്ടു. മനസ്സിലായോ? മരിച്ചാലും വേണ്ടില്ല, ജീവിച്ചാലും വേണ്ടില്ല. പക്ഷേ ജീവിക്കാൻ അവൻ ആഗ്രഹിച്ചു, അവൻ മരുന്ന് ചെയ്തു, പക്ഷെ മരിച്ചു. അവനൊരു പ്രശ്നമല്ല. കാരണം അവന് ഖൈറല്ലാതെ അവൻ്റെ രക്ഷിതാവ് ചെയ്യില്ല എന്ന കാര്യം അവന് ഉറപ്പുണ്ട്. തന്നെ ഉറപ്പ്. മരിച്ചു. കാലമുസീബത്തിൽ മരിച്ച എന്ത് പ്രശ്നമുള്ളത്? ലോകം കണ്ട പല മഹാന്മാരും കാലമുസീബത്തിൽ മരിച്ചു പോയതാണ്. ബഹുമാനപ്പെട്ട അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു പ്ലേഗിൽ മരിച്ചതാണ്. പ്ലേഗ് ഇക്കാലത്ത് കൊറോണ ആണെങ്കിൽ അക്കാലത്ത് പ്ലേഗ്. ആരാണ് അബൂ ഉബൈദ എന്നാ വിചാരിക്കുന്നത്? ആരാ അബൂ ഉബൈദ? അബൂ ഉബൈദ എങ്ങാനും ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ അല്ല, മൂന്നാമത്തെ ഖലീഫ അബൂ ഉബൈദയാണെന്ന് മഹാനായ സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്താ വിചാരം? നിങ്ങൾ എന്താ ആലോചിക്കാത്തത്? മനസ്സിലായില്ലേ? പറ. കുത്തുകൊണ്ട് വീണു മഹാനായ സയ്യിദന ഉമർ ഇബ്നു ഖത്താബ്. പിന്നെ ബോധരഹിതനായി. ഓരം തിരിച്ചു വരുമ്പോഴെല്ലാം ആളുകൾ വന്ന് ചോദിക്കും, അനിൽ ഖലീഫത്തു സാലിസ, ഇനി ആരാ മൂന്നാം ഖലീഫ? അപ്പോൾ പറയും, എനിക്കറിയില്ല. വല്ലാതെ നിർബന്ധിച്ചപ്പോൾ പറഞ്ഞേ, ലൗ കാന അബൂ ഉബൈദ ഹയ്യൻ ലജഅൽതുഹു ഖലീഫത്തൽ മുഅ്മിനീൻ. ലൗ കാന അബൂ ഉബൈദ ഹയ്യൻ, അബൂ ഉബൈദ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ലജഅൽതുഹു ഖലീഫത്തൽ മുഅ്മിനീൻ, ആരോട് ചോദിക്കാതെ അദ്ദേഹത്തെ ഞാൻ മൂന്നാം ഖലീഫയാക്കും. എൻ്റെ സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, മുത്തുനബി പറയുന്നത് എൻ്റെ ചെവിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അബൂ ഉബൈദ അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ ഏറ്റവും വിശ്വസ്തൻ എൻ്റെ അബൂ ഉബൈദയാണെന്ന് മുത്ത് റസൂൽ പറയുന്നത് എൻ്റെ ചെവിയിൽ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന്. മനസ്സിലായോ? അപ്പോഴത്തേന് അബൂ ഉബൈദ മരിച്ചിട്ടുണ്ട്. എവിടെ വെച്ച്? അംവാസിൽ വെച്ച്. എങ്ങനെ മരിച്ചു? പ്ലേഗിൽ മരിച്ചു. 18,000 സ്വഹാബികൾ ആ പ്ലേഗിൽ മരിച്ചു. അതിലേറെയാണെന്ന് അഭിപ്രായമുണ്ട്. പിന്നെ ആരാ മരിച്ചത്? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്ന് പറയാത്തൊരു പടി ഇരിക്കരുത്. മനസ്സിലായില്ല? പിന്നെ മരിച്ച ഒരാളാണ് ആര്? മുആദ് ബിൻ ജബൽ. ആരാ മുആദ്? മുആദിനെ പറ്റി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതല്ല, ഞാൻ പറയുന്നില്ല, ഒന്ന് പറയാ. هذا معاذ يأتي يوم القيامة أمام العلماء. هذا معاذ, എൻ്റെ ഈ മുആദ് ഉണ്ടല്ലോ, യഅതി യൗമൽ ഖിയാമ അമാമൽ ഉലമാ, അന്ത്യനാളിൽ എല്ലാ ആലിമീങ്ങൾക്കും ലീഡറായിരിക്കും എൻ്റെ മുആദ് എന്ന് മുഹമ്മദ് മുസ്തഫ. പ്ലേഗിനെ മരിച്ചു. എന്ത് പ്രശ്നമുള്ളത്? കൊറോണയിൽ മരിച്ച എന്ത് പ്രശ്നമാണുള്ളത്? എന്തുള്ളത്? തഫ്വീദ് ചെയ്യാൻ. അതിനർത്ഥം കൊറോണ ബാധിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മരിച്ചാൽ നട്ടൽ, ജീവിച്ചാൽ പ്രശ്നമില്ല. അള്ളാഹുവിന് ഇട്ടുകൊടുത്താൽ. മനസ്സിലായോ? എന്തിനാ ചിന്തിക്കുക? ഒരു ഹദീസ് കൂടി പറയാം, എൻ്റെ മനസ്സിൻ്റെ കൊതി ഇങ്ങനെ പുറത്തേക്ക് തള്ളുക. മുആദ് എന്ന് പറഞ്ഞാൽ ഞാൻ മുആദ് റളിയല്ലാഹു അൻഹു മഖബറയിൽ ഒരുപാട് തവണ പോയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം എന്താണ് ഒരവസ്ഥ? ഭയങ്കര അതൊരു വല്ലാത്തൊരു മഖബറയാ, വല്ലാത്തൊരു മഖബറയാ. അവിടെ അങ്ങോട്ട് പോയിട്ട് കരയാതെ പോരാൻ കഴിയില്ല. എന്തുകൊണ്ട്? മുത്തുനബി പറയുന്ന ഹദീസ് ഒന്നും കൂടി ഞാൻ പറയാം. ഹലാലും ഹറാമും വേറിട്ടറിയുന്ന എന്റെ സമുദായത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ ഈ മുആദാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. എങ്ങനെ മരിച്ച്? പ്ലേഗിൽ മരിച്ച്. എത്രയേറെ സ്വഹാബികൾ പ്ലേഗിൽ മരിച്ച്. അന്ന് പ്ലേഗ്, ഇന്ന് കൊറോണ. പക്ഷേ കുറേ നിസ്കരിക്കല്ല വേണ്ടത്, കുറേ നോമ്പൊലിക്കല്ല വേണ്ടത്. അത് ചെയ്യുന്നത് തെറ്റല്ല, ശരിയുമല്ല. എനിക്ക് തെറ്റാന്നും അറിയില്ല, എനിക്ക് ശരിയാന്നും അറിയില്ല. അതൊക്കെ ബാഹ്യമായ കൂടുകൾ മാത്രമാണ്. ഞാൻ ഈ നിസ്കാരത്തെ ഒരു ഉദാഹരണം പറയാം. കല്യാണത്തിന് വേണ്ടി നമ്മൾ സാധാരണയായി ഈ കല്യാണ വരന്മാർക്കോ വധുക്കൾക്കോ ഒക്കെ നമ്മൾ ഈ പെട്ടിയിൽ വർണ്ണക്കടലാസൊക്കെ ഒട്ടിച്ചിട്ട് എന്തെങ്കിലും സാധനങ്ങൾ ചെയ്ത് പാക്ക് ചെയ്ത് അതിൽ വർണ്ണക്കടലാസ് ഒട്ടിച്ച് റിബണൊക്കെ കെട്ടിയിട്ട് കൊടുക്കും, ഇല്ലേ? പറയും മനുഷ്യന്മാര്. ഒരു സെലിബ്രേഷൻ ഇങ്ങനെ ഇല്ലേ പറയും, ഇങ്ങനെ കൊടുക്കും. ചിലതിൽ ക്ലോക്ക്, ചിലത് പ്ലേറ്റ്, ചിലത് പെന്ന്, ചിലതിൽ എന്തെങ്കിലും ഹാക്കര വാഹാക്കര. ഈ റിബൺ കെട്ടിയിട്ട് ഈ പാക്ക് ചെയ്തിട്ട് വർണ്ണക്കടലാസ് ഒട്ടിച്ച് പുറത്ത് റിബൺ കെട്ടിയതേ നാട്ടുകാർ കാണുള്ളൂ. ഒരാള് കൊടുത്തു,
നല്ല വർണ്ണക്കടലാസ് ഒട്ടിച്ചിട്ടുണ്ട്, റിബണും കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഉള്ളിൽ ഒന്നുമില്ല എങ്കിൽ ഇതിന് പുതിയ പെണ്ണെ കളിയാക്കാന്ന് പറയാം. ഈ വർണ്ണക്കടലാസ് ചിറ്റിയതാണ് നിസ്കാരം. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. അതിൽ തഫ്വീൽ എന്ന സാധനം ഇട്ട് കൊടുത്താൽ അതൊരു സന്തോഷം, ഇല്ലെങ്കിൽ ഇത് കളിയാക്കല. പുറത്ത് പറയരുത്, പുറത്ത് പറഞ്ഞാലും പ്രശ്നമില്ല. എനിക്കൊരു വരക്കലും പേടിയില്ല, എല്ലാവരും കൂടെ തന്നെ വരച്ചാലും പ്രശ്നമില്ല. ഏതായാലും ഇന്നല്ലെങ്കിൽ നാളെ പ്രശ്നം എത്തും. വരക്കണവരും വരക്കാത്തവരും ഒക്കെ ഒന്നിച്ച് കോടതിയിൽ ഹാജരാകും. നാട്ടുകാർക്കൊക്കെ വിചാരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കലല്ല അള്ളാഹുവിൻ്റെ ക്ലാസ്. ഇത് പടച്ചണം വരാൻ പുസ്തകം പറയില്ല. നിങ്ങൾക്ക് പറയണ മനസ്സിലാവുന്നുണ്ടോ? ഈ നമ്മളിപ്പോൾ ഇതാ ഒരാൾ വർണ്ണക്കടലാസ് ചുറ്റി ഇങ്ങനെ താങ്ങി പിടിച്ചു കൊണ്ടുവന്നു. മുമ്പ് വസ്ത്രഭ്രമിയായ ഒരു രാജാവിനെ നെയ്ത്തുകാരി പറ്റിച്ച ഒരു കഥയുണ്ട്. എന്നതുപോലെ താങ്ങി പിടിച്ചു കൊണ്ടുവന്നിട്ട് ഒരാൾ രണ്ടാളെ കൊണ്ട് താങ്ങിച്ച് ഒന്നും സാധനമില്ലാത്ത ഒരു സാധനത്തെ കൊണ്ടിട്ട് പുതിയാപ്പിളക്ക് കൊടുക്കാലോ. അപ്പൊ കണ്ടവരൊക്കെ എന്ത് വിചാരിച്ച്, എന്തോ കാര്യമായി ഉണ്ട്, ഒന്നുമില്ല, കളിയാക്കണം. തഫ്വീൽ ഉള്ളിൽ തവക്കുലാണ്. തഫ്വീലാണ് തവക്കുൽ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ സ്വലാത്തിഹിം യുസല്ലൂൻ. അങ്ങനെയാണോ ആയത്ത്? മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാഹ് എന്ന് പറയുമ്പോഴത്തേനും അവർക്ക് ഈമാൻ കൂടും, പിന്നെ എപ്പോഴും നിസ്കരിച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനെയാണോ ആയത്ത്? വഅലാ കുല്ലി സുന്നത്തിൻ യസുമൂൻ, അവരെല്ലാ സുന്നത്തും മുമ്പ് നോൽക്കും. അങ്ങനെയാണോ ആയത്ത്? വഅലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും യസുമൂൻ, അവർ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും നോമ്പ് നോൽക്കും. അങ്ങനെയാണോ ആയത്ത്? വഅലാ കുല്ലി യതീംഖാനയും പൈസ കൊടുക്കും, അവരെല്ലാ യതീംഖാനയിലും കൊണ്ടുപോയി പൈസ കൊടുക്കും. അങ്ങനെയാണോ ആയത്ത്? എങ്ങനെയാണ് ആയത്ത്? വഅലാ റബ്ബിഹിം തവക്കലൂൻ, ഏൽപ്പിക്കും. വഉഫവ്വിളു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. ഇത് ഭയങ്കര പണിയാ, ഇത് വല്ലാത്ത പണിയാ. ഈ പണി എടുത്താലേ ഈ മത ആ പണി അങ്ങോട്ട് എടുക്കണം. അതിനാണ് ഈ ക്ലാസ്. ഓട്ട് പണിയാ, അങ്ങോട്ട് ആയി കിട്ടില്ല. നാലും പറയും, നാലും പിന്നെ പറയും, നാലും ഒരു പേടിയും പേടിക്കണം. എന്തുകൊണ്ടാണ് ആമിറിന് റുസ്തുമിന്റെ മുന്നിൽ അങ്ങനെ പറയാൻ കഴിഞ്ഞത്? അള്ളാഹു ഞങ്ങളെ നിശ്ചയിച്ചിടത്ത് എത്തിക്കും എന്നത് ആർക്കറിയും? ജിബ്രീലിനറിയും, അത് റുസ്തുമിന് അറിയില്ല. നമുക്കൊരു പേടിയും പേടിക്കണ്ട. നമ്മൾ ആരുടെ ആളാണ്? അള്ളാഹുവിന്റെ ആളാണ്. നമ്മളെ കാര്യം ആരെ ഏൽപ്പിച്ചു? അള്ളാഹുവിനെ ഏൽപ്പിച്ചു. ഇത് പേടിയുള്ളത്. തഫ്വീലിന്റെ അർത്ഥം പറഞ്ഞുതരാം. അള്ളാഹു ഇങ്ങോട്ട് നോക്ക്. മലയാളം പറഞ്ഞാൽ പോരാ, മലയാളം പറഞ്ഞാൽ മതിയാകൂല. ഇവിടെ അർത്ഥം എന്താണ് എന്ന് ചിന്തിക്കണം. എന്താണ് എന്റെ കാര്യം ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണത് എന്ന് ചിന്തിക്കില്ല. ഈ ആയത്തിന്റെ വ്യാഖ്യാനം ഇസ്മാഇൽ ഹഖൽ ബറൂസബി റളിയല്ലാഹു അൻഹു തഫ്സീർ റൂഹുൽ ബയാനിൽ പറയുന്നു. ഇങ്ങോട്ട് നോക്ക്. വകമാലു തഫ്വീലി, അല്ലാഹുവിൽ ഏൽപ്പിക്കുക എന്നതിന്റെ പൂർണ്ണത അല്ലാ യറാ ലിനഫ്സിഹി വലാ ലിൽ ഖൽഖി ജമീഅൻ ഖുദ്റ, അല്ലാ യറാ ലിനഫ്സിഹി വലാ ലിൽ ഖൽഖി ജമീഅൻ ഖുദ്റതൻ അല നഫ്ഇ വല്ലദി. മനസ്സിലായോ പറഞ്ഞത്? അല്ലാ യറാ, അവൻ കാണാതിരിക്കലാണ്. ലിനഫ്സിഹി, അവനോ വലാലിൽ ഖൽഖി ജമിയാൻ 750 കോടി ജനങ്ങൾക്കോ അവൻ കാണാതിരിക്കുക. ഖുദ്റത്തൻ, ഒരു കഴിവിനെ, ലിൽ നഫ്ഇ, ഉപകാരം ചെയ്യാനോ, വൽദുർരി, ഉപദ്രവം ചെയ്യാനോ. മനസ്സിലായില്ല? ഇവിടെ ഒരാൾക്കും ഉപകാരമോ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല എന്ന വിശ്വാസം ഒരാളിൽ രൂഢമൂല ആകലാണ് എന്ത്? തഫ്വീൽ. പിന്നെന്താ പ്രശ്നം? ഈ പ്രശ്നം എന്താ പ്രശ്നം? കള്ള് കുടിച്ചിട്ട് കാലിൽ അമലിഫാക്കിയിട്ട് രാത്രി നട്ടപ്പാതിരക്ക് ഭർത്താവ് വന്നു. എന്നാൽ 3-4 കുട്ടികളുണ്ട്. ഇയാൾക്ക് എന്ത് പറഞ്ഞിട്ടും ഇയാൾ കള്ളുകൂടി മാറ്റൂല. ഇയാൾ 5 വക്ത് നിസ്കരിക്കില്ല. പിന്നെ കുട്ടികൾ ഇവിടെ ചെലവ് കഴിഞ്ഞ് പോകേണ്ടി ഇതല്ലെന്ന് വിചാരിച്ച് അവൾ അവിടെ ക്ഷമിച്ചാൽ അവൾക്ക് ഈമാനില്ലാത്തോളൂ എന്ന് പറയും. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. മനസ്സിലായോ? എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? അവിടെ അവൾ എന്ത് ചെയ്യണം? പരമാവധി ഇയാളെ ഉപദേശിച്ചു, ഇയാൾ നന്നായില്ല. അവളാൽ നന്നാവില്ല എന്ന് ബോധ്യപ്പെട്ടാൽ ഇവളെ വഴിക്ക് പോകണം. ഇനി എൻ്റെ ശരീരം ഈ തമ്മാടിയായ നിങ്ങൾക്ക് ഞാൻ തരൂല.
ഭക്ഷണം അതിൻ്റെ കുട്ടികളെയും ഭക്ഷണം ആര് തരും? റബ്ബ് തരും. മാമിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അതെങ്ങനെ? അതൊന്നും ഞാൻ നോക്കേണ്ടതില്ല. തറവാട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ ആങ്ങളെ ചൂടായി. എവിടെ നിന്ന് പോന്നിട്ട് എന്ത് ചെയ്തു? ആങ്ങളെന്റെ ഭാര്യ കുത്തുവാക്ക് പറഞ്ഞു. ഒരു പേടി പേടിക്കണ്ട, ഈ ആങ്ങളെയും ഭാര്യയും നിന്റെ കാൽച്ചോട്ടിലേക്ക് വരും. നീ തഫ്വീദ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരിലേക്ക്? അല്ല, വളരെ ചിന്തിക്കുക. എന്താ തഫ്വീദ്? അല്ലാ യറാ ലിനഫ്സിഹി, അവനോ വലിൽ ഖൽഖി ജമീഅൻ, എല്ലാവർക്കുമോ ഇല്ല എന്നവൻ മനസ്സിലാക്കുക. ഖുദ്റ, ഒരു കഴിവും ഇല്ല. ലിനഫ്ഇ, ഉപകാരം ചെയ്യാനോ. വലിൽ ദുർരി, പറ ഉപകാരമോ പറ. അബ്ദുള്ള പറയേ ഓരോരുത്തർ പറയും. എന്താ പറഞ്ഞത്? ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ ഒരാൾക്കും കഴിവില്ല. ആർക്കല്ലാതെ. പേടിക്കണെന്തിന്? എന്ത് പേടിക്കണേ?